का नाम का महिमा हो। ഒരു പ്രാവശ്യങ്ങളുടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. और एक बार आप लोग के साथ परमेश्वर का महिमा करने के लिए परमेश्वर दिया हुआ अवसर के लिए परमेश्वर को धन्यवाद करता हूँ. ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും നന്ദി പറയുകയാണ്. परमेश्वर दिया हुआ यह सुंदर अवसर के लिए परमेश्वर को धन्यवाद करता हूँ. ഈ സൂം മീറ്റിംഗിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം എന്ന് അറിയിക്കുന്നു. यीशु मीटिंग में मुझे सुनने वाला सभी लोगों को यीशु मसीह के नाम से प्रेम भरा हुआ सलाम. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. सभी को और एक बार मैं धन्यवाद देता हूँ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി थोड़ा समय का ध्यान करने के लिए 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. पहला पत्रोस के पत्र उसके 5वां अध्याय उसके 10वां आयत पढ़ना चाहता हूँ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. अब परमेश्वर जो सारे अनुग्रह का दाता है, जिसने तुम्हें मसीह में अपने अनंत महिमा के लिए बुलाया, तुम्हारे थोड़ी देर तक दुख उठाने का बाद आप भी तुम्हें सिद्ध और स्थिर और बलवंत करेगा. ഞാൻ അതിന്റെ താഴത്തെ വാക്യം യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഇങ്ങനെ 3 പദങ്ങളാണ് അവിടെ കാണുന്നത്. അല്പം നേരത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. यहाँ पर 3 भाग दिया हुआ है आखिरी भाग में, लेकिन जैसा परमेश्वर के वचन कहता है थोड़े देर के तक तुम उठाते हुए जो दुख है. നിത്യസ്നേഹത്താൽ, നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ തൽക്കാലമല്ല, എന്നു മുതൽ എന്ന് വരെ എന്ന് പറയാൻ കഴിയാത്തതായ ഒരു സ്നേഹത്താൽ. जैसा कहता है जो आनंद प्रेम, वो बंद नहीं होने वाला है, वो थोड़ा देर के लिए नहीं है, आनंद तक रखने वाला उस प्रेम से बुलाया. ഈ ലോകത്തിന്റെ സ്നേഹം കല്ലറ കൊണ്ട് ഒതുങ്ങുമ്പോൾ അതിനപ്പുറത്തും നമ്മെ സ്നേഹിക്കുന്ന, അപ്പുറത്തും നമ്മെ കരുതുന്ന ഒരു ദൈവ സാന്നിധ്യം. इस दुनिया का जो प्रेम है हमारे कब्रिस्तान तक रुक जाता है, लेकिन उससे भी आगे आनंद तक हमारे साथ रखने वाला एक आनंद प्रेम. ആ ദൈവമാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. उसको परमेश्वर कहता है आमेन, आप भी तुम्हें सिद्ध और स्थिर और बलवंत करेगा. അതിന് ഒന്നാമത്തെ ഭാഗം ആദ്യം നമുക്ക് ചിന്തിക്കാം. യഥാസ്ഥാനപ്പെടുക. उसके पहले का जो बात ये है तुम्हें आमेन जो स्थिर करना. മറ്റ് തർജ്ജമയിലൊക്കെ പറയുന്നത് ക്രമീകരിക്കുക, പുനഃസ്ഥാപിക്കുക, നേരെ ആക്കുക, ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ അത് കേടുപോക്കുക എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് അർത്ഥം പറയുന്നത്. इसके बारे में इसके मतलब ऐसा कहता है, उसको एक मध्यस्थ खड़ा होकर उसको बराबर करना, उसको बराबर स्थानों में लेके आना, उसको स्थिर करना, उसको आमेन उसी मतलब होते. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകി എവിടേക്കോ യഥാസ്ഥാനപ്പെടാൻ കഴിയാതെ എവിടേക്കോ തകർന്നു കിടക്കുന്ന ചില മണ്ഡലത്തിനകത്ത് ഇന്ന് പരിശുദ്ധാത്മ ചില വ്യക്തികളോട് ആഴമായി പറയാണ്, നിന്റെ ചഞ്ചലപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഞാൻ നിന്നെ യഥാസ്ഥാനത്താക്കും. आज परमेश्वर की आत्मा कहता है कई सारे जगह में सिद्ध हो नहीं सकता हुआ अवस्था में हिलते रहता है, उनको परमेश्वर की आत्मा कहता है आज मैं तुम्हें जैसा सिद्ध करके जहां तुम खड़ा होना है वहां पर मैं रखूंगा. നമുക്ക് ദാവീദിന്റെ 51-ാം സങ്കീർത്തനം ദാവീദ് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ യഥാസ്ഥാനപ്പെടുത്തി, നിർമ്മലമായ ഒരു ഹൃദയം. എവിടെയൊക്കെയോ ഒരു ആത്മാർത്ഥമായി ദൈവത്തോട് അടുക്കാൻ കഴിയാതെ, ആത്മാർത്ഥമായി ദൈവത്തോട് അടുക്കാൻ കഴിയാതെ തകർന്നിരിക്കുന്ന മണ്ഡലത്തിലായപ്പോൾ ദാവീദ് പറയും, എന്നെ ഒന്ന് യഥാസ്ഥാനത്താക്കണമേ. ഇന്ന് പകൽ അങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തുന്ന ദൈവമാണ്. अब दावीद जब अपने जगह में खड़ा नहीं हो सकता हुआ, परमेश्वर के सामने बराबर जगह में आ नहीं सकता हुआ, परमेश्वर के इच्छा के अनुसार बढ़ नहीं सकते हुए अवस्था में आने के समय उस दावीद कहता है, ये परमेश्वर मुझे जो बराबर स्थान में खड़ा करना, मुझे सिद्ध करना, मुझे आमेन वापस मुझे लौटाना करके दावीद प्रार्थना करते हैं. वैसे ही आज कुछ लोगों को जो परमेश्वर के जगह में, परमेश्वर खड़ा किया हुआ जगह में खड़ा नहीं हो सकता है, उनको आज सुबह परमेश्वर उसी जगह में खड़ा करने वाला है.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധൻ പറയാൻ, കുടുംബ ജീവിതത്തിനകത്ത് യഥാസ്ഥാനപ്പെടാൻ കഴിയാതെ, കുടുംബ ജീവിതത്തിന് ഐക്യതയില്ലാതെ തകർന്ന് കിടക്കുന്ന ചില കുടുംബ ജീവിതത്തിനകത്ത് ഇന്ന് പരിശുദ്ധൻ ഇടപെടുകയാണ്, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. आमेन। आज पवित्र आत्मा आमेन कहते हैं कि कुछ परिवारों में जो स्थिर नहीं होते हुए, उस परिवार में सिद्ध नहीं हो सकता हुआ, आपस में अगर प्रेम नहीं करते हुए, आपस में मेल मिलाप नहीं होते हुए, कुछ परिवार के अंदर उन्हीं जो अवस्था में चल रहा है, उनको परमेश्वर सिद्ध करने वाला है। എവിടേക്കോ തകർന്നു കിടക്കുന്ന ചില കുടുംബ ജീവിതത്തിനകത്ത്, ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില കുടുംബ ജീവിതത്തിനകത്ത്, हमें कई सारे जगह में एक साथ मिलके नहीं आगे बढ़ सकता हुआ, एक साथ जो मेल मिलाप नहीं कर सकते हुए अवस्था में होकर जाने वाला परिवार, ഇന്ന് വിശ്വസിക്കാൻ ഞാൻ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങാൻ ഇടയായാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങാൻ ഇടയ, നേരായി നടക്കാൻ കഴിയാതെ, നേരായി ജീവിക്കാൻ കഴിയാതെ, നേരാകാൻ കഴിയാതെ കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ചില മണ്ഡലത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദിവസമാണ്. आज हमें सीधे नहीं चल सकते हुए, बराबर अवस्था में आगे बढ़ नहीं सकते हुए अवस्था में निकलने वाला परिवार के अंदर पवित्र आत्मा उसी परिवार में आकर उन परिवार को सिद्ध करके आगे बढ़ाने वाला है, पवित्र आत्मा कहते हैं। ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണ്, എവിടൊക്കെയോ തകർന്നു കിടക്കുന്ന, പരിചരിക്കാൻ കഴിയാതെ, ഒരിക്കലും നേരെയാക്കാൻ കഴിയാതെ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധൻ ആഴമായി ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങളെ വരുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. हमें आज पवित्र आत्मा कहते हैं कि हमें जो तुम्हारे जीवन में अगर उसको बराबर नहीं कर सकता हुआ, मेल मिलाप होकर आगे बढ़ नहीं सकते हुए, कोई कई सारे प्रश्न है, वो प्रश्न का छुटकारा नहीं होते हुए अवस्था में होकर जाने वाला परिवारों से, उन व्यक्तियों से पवित्र आत्मा कहते हैं कि आज अगर तुम विश्वास करने के लिए तैयार है, तो तुम्हारे परिवार की सारे अवस्थाओं को बदल के तुम्हें स्थिर करने वाला परमेश्वर है। എന്നോട് ഇന്ന് പരിശുദ്ധമായ 1-2 കുടുംബങ്ങൾ ഇതേപോലെ തകർന്നു കിടക്കുന്നതായ, നേരെ ക്രമീകരിക്കാൻ കഴിയാതെ, ആരെ കൊണ്ടും ക്രമീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് പകൽ 1-2 പേര് ആ വ്യക്തികൾ ഇന്ന് പകൽ കേൾക്കുന്നുണ്ട്. അവരോട് യഥാർത്ഥമായി പറയാണ്, നിന്റെ ജീവിതത്തിൽ ചില യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പകലാണ്. आज पवित्र आत्मा जिसे कहा है कि 2-3 परिवार ऐसा चल रहा है, उनका कई प्रश्न है, वो मेल मिलाप कर नहीं सकता हुआ, उन्हें सीधा होकर आगे बढ़ नहीं सकता हुआ, एक दूसरे से मिलते हुए नहीं है, वैसा परिवार के अंदर अलगदाई होके रहने वाला अवस्था से जाने वाला कुछ परिवार आज मुझे सुन रहा है। उनसे परमेश्वर कहता है, तुम्हारे परिवार में सब कुछ सिद्ध करने के लिए परमेश्वर चाहते हैं। വാക്യങ്ങളുടെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങളൊന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-27 വാക്യം. निर्गमन के किताब 15 अध्याय उसके 26 और 27 आयत. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ നിന്ന് ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ എലീമിലെത്തി. അവിടെ 12 നീരുറവയും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. അവിടെ ചിന്തിക്കണേ, നീ നിന്നെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ക്രമീകരിക്കാൻ തയ്യാറായ മിസ്രയീമിലേക്ക് വരുത്തിയ യാതൊരു ബാധയും ഞാൻ നിനക്ക് വരുത്തത്തുമില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയല്ലോ. ഇന്ന് പകൽ എവിടേക്കോ രോഗത്താൽ ഭാരപ്പെട്ട വ്യക്തിയോട് ഞാൻ പറയാം, നീ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറായ, നീ ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറായ ഒരു ദൈവപ്രവൃത്തി വരും. आमेन। यहाँ कहता है कि हमें तुम जो अपने आप को नम्र करके परमेश्वर के सामने समर्पण करेगा, तो अपने आप को अगर समर्पण करने के लिए तैयार है, तो परमेश्वर के वचन कहता है हमें परमेश्वर जो मिस्रईम को आने के लिए दिया हुआ कोई भी जो बाधा या कोई भी बीमारी तुम्हें आने ना देंगे, और परमेश्वर तुम्हें चंगाई करूंगा करके जो परमेश्वर की आत्मा कहते हैं।
അവിടെ വായിക്കുന്നുണ്ട്, അവർ യഥാസ്ഥാനപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ 12 നീരുറവിൽ 70 ഈത്തപ്പന. അപ്പൊ അവിടെ ഒരു കാര്യം, തകർന്നു കിടന്ന മണ്ഡലത്തിനകത്ത് അവർ ക്രമീകരിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് വേണ്ടി ചില പുതുവഴികളെ തുറന്ന് ദൈവം മാനിക്കാൻ ഇടയായി. देखते हैं कि उन्हीं लोग जो परमेश्वर के सामने समर्पण करने के लिए, वो अपने आप को मेल मिलाप करने के लिए, अपने आप को समर्पण करने के लिए जब तैयार हो गया, तब जो वहां पर वह गया है कि जहां पानी के बाहर सोते हैं और 70 खजूर के पेड़ थे और वहां उन्हें जल के पास डेरे खड़े किए हैं, क्योंकि वह अपने आप को समर्पण करने के समय परमेश्वर उनका जीवन में आशीष किया है। ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായ 1-2 കുടുംബത്തിനകത്ത് തകർന്ന, ഒരിക്കലും ഉയരാൻ കഴിയാതെ, ഒരിക്കലും പൊങ്ങാൻ കഴിയാതെ തകർന്ന് കിടക്കുന്ന ചില വ്യക്തിയോട് പറയാം, നീ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറായ, നിന്റെ കുടുംബത്തിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ ഇടയായാൽ ഒരു പുതിയ ഉറവ നിനക്ക് വേണ്ടി തുറക്കും. നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്കും കൂടെ അനുഭവിക്കത്തക്കവണ്ണം ചില വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽ നീ കാണാൻ ഇടയാ. हमें परमेश्वर के वचन कहता है, हमें जो टूटा हुआ अवस्था में पड़ा हुआ कुछ परिवार है, हमें 2-3 परिवार मुझे सुन रहा है, उन परिवार से परमेश्वर की आत्मा कहते हैं कि हमें तुम्हारा टूटा हुआ अवस्था में हमें तुम मेल मिलाप हो नहीं सकता हुआ, कोई भी आके उसका छुटकारा दे नहीं सकता हुआ, कई सारे विषयों में तुम परेशान होकर बैठा है। अगर तू आज समर्पण करने के लिए तैयार हो जाएंगे, तुम विश्वास करने के लिए तैयार हो जाएंगे, हमें तुम्हारे जीवन में जो नष्ट हो गया हुआ अनुग्रह परमेश्वर वापस देता है। केवल तुम्हारे लिए नहीं है, तुम्हारे पीढ़ी के लिए भी वो देने को परमेश्वर चाहते हैं। എന്നോട് കേൾക്കുന്ന വ്യക്തിയോട് ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ആഴമായി പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില ക്രമീകരണങ്ങൾ വരുത്താൻ തയ്യാറായാൽ, ചില ഒത്തൊരുമ വരുത്താൻ തയ്യാറായാൽ, നിങ്ങൾക്ക് മാത്രമല്ല, സൗഖ്യം മാത്രമല്ല, ചില ഉറവകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ ഇടയാണ്. പാസ്റ്റർ വിശ്വസിച്ച പാസ്റ്ററോട് ഒരു ചില പുതിയ ഉറവ പാസ്റ്റർ വേണ്ടി തുറക്കാൻ പോവുകയാണ്. आमेन। परमेश्वर की आत्मा कहते हैं कि अगर तुम विश्वास करने के लिए तैयार है, तुम समर्पण करने के लिए तैयार है, तुम्हारे परिवार में जो शामिल नहीं होते हुए कई सारे बातों से, कई सारे विषयों से अलग होके बैठा हुआ है, आमेन, अगर तुम अपने आप को समर्पण करने के लिए परमेश्वर के हाथों में देने के लिए तैयार हो जाएंगे, केवल परमेश्वर तुम्हें चंगाई देता नहीं, हमें तुम्हारे जीवन में कुछ नया सोता खोल के देने के लिए भी परमेश्वर चाहते हैं। ഒരു കാര്യത്തോടെ ഞാൻ പറയാം, ഇന്ന് പകൽ ദാവീദ് പറഞ്ഞതുപോലെ, ദൈവമേ എന്നെ സമർപ്പിച്ച നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണം എന്ന് നീ പ്രാർത്ഥിക്കാനായി ഇന്ന് പകൽ ഒരു നിമിഷം നിന്റെ ഹൃദയത്തിനകത്ത് നീ പ്രാർത്ഥിച്ച്, ദൈവമേ ചഞ്ചലപ്പെടുന്ന ഹൃദയമല്ല, സ്ഥിരമായുള്ള ഒരു ഹൃദയം എനിക്ക് തരണമെന്ന് നീ പ്രാർത്ഥിക്കാനിടയായ, നഷ്ടപ്പെട്ടത് ചിലത് നിനക്ക് മടക്കി തരുന്ന ഒരു പകലാണ്. വിശ്വസിക്കാൻ തയ്യാറാണ്. आमीन। परमेश्वर की आत्मा कहते हैं कि अगर तुम परमेश्वर के सामने समर्पण करेंगे, दावीद के जीवन में जब समस्या में पड़ा था, दावीद ने अपने आप को समर्पण किया। दावीद ने बोला, एक स्थिर आत्मा से, एक स्थिर हमें जैसा विश्वास करने वाले एक स्थिर हृदय से मुझे पवित्र कर, मेरा जो अशुद्धता दूर करके मुझे नया सिरे से जन्म दे करके जब प्रार्थना किया, उनका प्रार्थना सुनकर परमेश्वर उनका जीवन में कार्य किया। जैसा आज तुम समर्पण करने के लिए तैयार है, तुम्हारे लिए कुछ नया रास्ता खोल के देने के लिए प्रभु चाहते हैं। പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു പ്രവചന ദൂത് പോലെ പറയാ, നിന്റെ ജീവിതത്തിനകത്ത് ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ ആ നഷ്ടപ്പെട്ടത് എനിക്കൊന്ന് തിരികെ തരണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നത്തേത് ദൈവം അവനെ മാനിച്ചതുപോലെ ഇന്ന് പകൽ ദൈവം ചിലരെ മാനിക്കാൻ കണ്ടിട്ടുണ്ട്. നീ ഒന്ന് മനസ്സ് വെക്കാൻ തയ്യാറായാൽ, നീ ഒരുങ്ങപ്പെടാൻ തയ്യാറായാൽ, ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. दावीद परमेश्वर के सामने अपने आप को समर्पण किया। परमेश्वर मुझे नया सिरे से जन्म दे करके जब प्रार्थना किया, अपने आप को परमेश्वर के हाथों में दिया, तभी उनके जीवन में बदलावट दिया और पहले से भी बढ़कर उनके जीवन में बेहतर काम परमेश्वर किया। जैसा आज तुम समर्पण करेंगे, तुम्हारे जीवन में भी कुछ नया आशीषों से भर के देने के लिए परमेश्वर चाहते हैं। യെശയ്യാ പ്രവചനം 57-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതമാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും.
यशाया 57 अध्याय और उसके 18 आयत में ये लिखा है कि मैं उसकी चाल देखता आया हूं, तो भी अब उसको चंगा करूंगा, मैं उसे ले चलूंगा और विशेष करके उसके शोक करने वालों को शांति दूंगा। അപ്പം അവിടെ വായിക്കുന്നുണ്ട്, ഞാൻ അവരെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരുടെ ദുഃഖിതന്മാർക്ക് വീണ്ടും ആശ്വാസം വരുത്തും. അപ്പോൾ എവിടൊക്കെയോ ദുഃഖിച്ചിരിക്കുകയാണ്, എവിടൊക്കെയോ നേരെയാകാൻ കഴിയാതെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ यहाँ कहता है कि मैं उसकी चाल देखता आया हूं, तो भी मैं उसको चंगा करूंगा। जगह जगह वो हमें चल के आ रहा है, वो परमेश्वर उसका मार्ग देखता है, और जगह जगह वह शांति से नहीं होता है, उनके जो मार्ग को परमेश्वर देख के उन्हें बराबर जगह में ले आऊंगा। परमेश्वर की आत्मा कर കേൾക്കുന്ന എന്നോട് ഒന്ന് രണ്ട് വ്യക്തിയോട് ഞാൻ പറയട്ടെ, പുറമേ ചിരിക്കുന്നുണ്ട്, പുറമേ പ്രകടനം കാണിക്കുന്നുണ്ട്, പക്ഷെ അകത്ത് ദുഃഖത്തിന്റെ തളം കെട്ടിക്കിടക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് പരിശുദ്ധ പറയാം, നിന്റെ ദുഃഖത്തെ മാറ്റി ഞാൻ വീണ്ടും നിനക്ക് എവിടൊക്കെയോ ആശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമാധാനം ഉണ്ടായിരുന്ന, ഇപ്പോൾ ആ സമാധാനം ലഭിക്കാതെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഞാൻ അവരുടെ ദുഃഖിതന്മാർ വീണ്ടും ആശ്വാസം വരുന്നത്, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആക്കുന്ന ദൈവസാന്നിധ്യം. आमेन। जो पहले जो अच्छे अवस्था में थे उन्हें आश्वासन मिलते थे और जो उसे विशेष रीति से चलते थे, लेकिन अभी कई सारे जगह में उन्हें आश्वासन नहीं है, सांत्वना नहीं है। उसी जगह में अगर वो परमेश्वर के हाथों में देगा, उनको परमेश्वर वापस उसी अवस्था में जो नष्ट हो गया हुआ, जो आनंद नष्ट हो गया हुआ, जो उनके आश्वासन है, उसी में लौट आऊंगा करके परमेश्वर कहते हैं। സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആനന്ദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ഭാവിപരമായ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആനന്ദിക്കാൻ കഴിയാതെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറയാം, നിന്റെ വഴിയെ അവൻ കണ്ടിരിക്കുന്നു, നിന്റെ ദുഃഖത്തിനു പകരം അവൻ നിനക്ക് ആനന്ദം തന്ന് നിന്നെ സന്തോഷത്തിലേക്ക് നടത്തുന്ന ഒരു പകരം. आमीन। क्योंकि वो कहता है कि बाहर जो हंसते हुए चलते हैं, अंदर दुखी में रहते हुए अवस्था, कई जगह में आनंद करने के लिए चाहता है, आनंद कर नहीं सकते हुए अवस्था में जैसा दुखी में चलता है, उन्हीं को परमेश्वर कहता है उन्हें वापस उस आनंद में लौटाऊंगा। നീ മടങ്ങി വരാൻ ഇടയില്ല, നിന്റെ വാക്കുകൊണ്ട് പറയുന്ന വാക്കുകൊണ്ട് തന്നെ പുതിയ സൃഷ്ടികൾ നടക്കാൻ ഇടയാണ്. आमीन। आज जो बोलते हुए बातों से, आमीन, मुंह से निकलना हुआ शब्दों से भी उसको नया बना सकता है। പലപ്പോഴും നിന്നെ കേൾക്കുന്ന, പലപ്പോഴും നിന്റെ വാക്കുകൊണ്ട് പലരെയും ആശ്വസിപ്പിച്ചു, എന്നാൽ ഇന്ന് സ്വയം ആശ്വാസം കണ്ടെത്താൻ കഴിയാതെ ആയിരിക്കുന്ന വ്യക്തിയോട് നിന്റെ വാക്ക് നിമിത്തം പലരെയും ഇനി സന്തോഷത്തിലേക്ക് നടത്തുന്ന ഒരു വാക്കായി നീ മാറാൻ പോവുകയാണ്. आमीन। गया दिनों में तुम्हारे बातों से कई लोगों को आश्वासन दिया है, लेकिन तुम्हें आश्वासन ले नहीं सकता हुआ अवस्था में है, तो आज परमेश्वर कहता है तुम्हें तुम्हारे बातों से लोगों को आश्वासन में चलाने के लिए, उनको शांति में चलाने के लिए तुम्हें वैसा परमेश्वर इस्तेमाल करेंगे। നീ ഇന്ന് പകല് വിശ്വസിക്കാൻ തയ്യാറാണ്, നീ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറാണ്. നിന്റെ അതരത്തിൽ കൂടെ തന്നത് ചിലത് സൃഷ്ടിക്കപ്പെടാം. तो आज अगर समर्पण करने के लिए तैयार है, तुम विश्वास करने के लिए तैयार है, तुम्हारे मुंह से कुछ शब्दों के द्वारा आमीन परमेश्वर सब कुछ बदलने वाला है। ഏൽപ്പിക്കാൻ തയ്യാറായപ്പോൾ, ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ അവന്റെ വാക്ക് തന്നെ സൃഷ്ടിയിലേക്ക് മാറാനിടയായി. जो परमेश्वर के हाथों में देने के लिए अपने आप को समर्पण करने के लिए तैयार हो जाता है, तभी उनके बातों में भी कुछ नया सृष्टि उत्पन्न होता है। ഒരു വാക്കിൽ ഒരു ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്തിൽ നിന്ന് വെല്ലുവിളിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ നിന്ദിച്ചു പറയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. जब दावीद गोलियत के सामने खड़ा है, गोलियत दाऊद के विरुद्ध ललकार करने के समय उस दावीद कहता है, तुम जिस परमेश्वर का निंदा करता हूं, उसी परमेश्वर के नाम से मैं तेरे सामने खड़ा हूं। ഗോലിയാത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കല്ലും കവണയുമായിട്ട് വരാൻ ഞാൻ ഉണ്ടായാണ്, പക്ഷേ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, നീ എന്റെ മുമ്പിൽ ഉണ്ടായ. जब गोलियत कहता है तो लाठी और जो पत्थर लेके मेरे पास आता है, क्या मैं कुत्ता है क्या? लेकिन दावीद को एक बात मालूम पड़ा है, हमें गोलियत दाऊद के सामने केवल कुत्ता ही है।
അവന്റെ വാക്കുപോലെ തന്നെ നടന്നു. ആ കല്ല് കൊണ്ട് തന്നെ ഗോലിയാത്ത് മറയാൻ ഇടയായെങ്കിൽ ഇന്ന് വിശ്വസിക്ക ചില ഗോലിയാത്തുമാര് വീഴുന്ന ഒരു പകല. നിന്നെ നിന്ദിക്കുന്നവരുണ്ട്, നിന്നെ പരിഹസിക്കുന്നവരുണ്ട്, പക്ഷെ നീ അത് വിഷയമാക്കണ്ട. പക്ഷെ നിന്റെ പ്രാർത്ഥനയുടെ കല്ലുണ്ടോ ഇന്ന് പകൽ ചിലത് വീഴാൻ നോക്കിയാണ്. आमीन। जब उसने बोला हुआ उसी बातों से उसी काम उधर प्रकट हुआ है, उसी पत्थर से उस गोलियत को उधर गिरा दिया है। क्योंकि तुम्हें निंदा करने के लिए, तुम्हें मजाक उठाने के लिए कई सारे लोग रहेंगे, तुम्हारे विरुद्ध बोलने वाला कई लोग रहेंगे, लेकिन तुम उसको ध्यान मत देना। तुम परमेश्वर के वचन पर विश्वास करना, परमेश्वर पर भरोसा रखना, परमेश्वर तुम्हें वैसा ही इस्तेमाल करेंगे। വിശ്വസിക്കാൻ തയ്യാറാക. നിന്റെ പ്രാർത്ഥനയുടെ ആയുധം നിന്റെ കയ്യിലുണ്ട്. വീഴാത്ത ശത്രുക്കൾ വീഴും. മാത്രമല്ല, ഇന്ന് പകൽ ആരൊക്കെയോ നിന്റെ മുഖത്ത് നോക്കി നിന്നെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിന്നെ മാറ്റുന്ന ഒരു പകലാണ് ഇത്. ഞാൻ വിശ്വസിക്കുന്ന ദൂതായിട്ട് ഒരു പ്രവചനത്തോട് പോലെ പറയുകയാണ്, ചിലരുടെ നിന്ന മാറാൻ സമയമായി. जैसा हमें तुम्हारा प्रार्थना का सामर्थ्य बढ़ाएंगे, जब जो ना गिर सकता हुआ वो शत्रु भी गिर जाएंगे। आज तुम्हारा मुंह में देख के तुम्हें निंदा करने वाला कुछ लोग हैं, उसी निंदा को तुम्हारे जीवन में आशीष में बदलने के लिए परमेश्वर चाहता है। ये एक भविष्यवाणी के शब्द में कहता हूं कि हमें तुम्हारे जीवन में जो निंदा को दूर करके तुम्हें नया करने के लिए परमेश्वर चाहते हैं। ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. നീ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറായി, നീ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ ചില മണ്ഡലത്തിനകത്ത് നമുക്ക് ഹന്നയുടെ പെനീന പലപ്പോഴും അവളെ ദുഃഖിക്കും. എന്നാൽ ഒറ്റ വാക്കുപോലും മറുപടി പറഞ്ഞില്ല. അവരുടെ മുമ്പിൽ അവൻ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളേണ്ടി. आमीन। आज तुम समर्पण करेंगे, तुम अपने जगह में खड़ा हो जाएंगे। जैसा हन्ना, जब उनका जीवन में पेनीना बहुत कुछ सताव उन्हें दिया है, ये सारे सताव सहते हुए वो परमेश्वर के सामने जब समर्पण किया है तो उनका जीवन में कैसा बदलावट आया, उनका जो दुख आनंद में बदल गया, वैसा परमेश्वर तुम्हारे जीवन में करना चाहते हैं। ഒരു വാക്യം യെശയ്യാ പ്രവചനം 58 അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം. യെശയ്യാ 58:12. यशायाह की किताब उसके 58 अध्याय उसके 12 आयत। നിന്റെ സന്തതി പുരാന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ പറയും. और तेरे वंश के लोग बहुत काल के उजड़े हुए स्थानों को फिर बसाएंगे, तो पीढ़ी पीढ़ी की पड़ी हुई नींव पर घर उठाएंगे। तेरा नाम टूटे हुए बड़े का जो सुधारक और परतों का ठीक करने वाला पड़ेगा। ഇന്ന് പകൽ വിശ്വസിക്കാൻ നിന്റെ പുരാതന ശൂന്യമായി കിടന്ന എന്ന് വെച്ചാൽ തലമുറകളായി ശൂന്യമായി കിടന്ന, പിതാക്കന്മാരുടെ കാലം മുതൽ ശൂന്യമായി കിടന്നതായ ആ മണ്ഡലത്തിനകത്ത് നീ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറായി. എന്ന് വെച്ചാൽ यहाँ पर परमेश्वर के वचन कहता है, जो पीढ़ी पीढ़ी से जो उजड़ा हुआ अवस्था में पड़ा हुआ जगह में परमेश्वर वापस तुम्हें बसाएंगे, तुम्हें खड़ा करेंगे, अगर तुम परमेश्वर के सामने समर्पण करने के लिए तैयार हो जाएगा। ഇന്ന് വിശ്വസിക്കുക, ഒരിക്കലും ഉയരത്തില്ലെന്നും ഈ ഭവനം ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നും ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ എന്നും ഇവിടെ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ മണ്ഡലത്തിനകത്ത് आमीन। ये घर वैसा ही पड़े रहेंगे, ये कभी भी ऊंचा उठेगा नहीं, बाहर नहीं आएगा करके बोला हुआ जो शब्दों के बीच में നിന്റെ മുഖത്ത് നോക്കി നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്നും നിന്റെ തലമുറ രക്ഷപ്പെടത്തുന്നും പുരാതനമായി ശൂന്യമായി ഉള്ളൂ എന്നും പറഞ്ഞ മണ്ഡലത്തിനകത്ത് നിന്നെ കൊണ്ടും നിന്റെ തലമുറയെ കൊണ്ടും ആ സ്ഥാനത്ത് ചില പണികൾ നടത്തുന്ന ദൈവ സാന്നിധ്യം. अरे तुम्हारा मुंह में देखकर तुम आगे बढ़ेगा नहीं है, तुम्हारा पीढ़ी आगे बढ़ेगा नहीं है, ये घर वैसा ही रहेंगे, ये कभी भी बढ़ेगा नहीं करके जो बोला हुआ जगह में उसी स्थानों में तुम्हारे द्वारा और तुम्हारे पीढ़ी के द्वारा परमेश्वर फिर से बसाएंगे, परमेश्वर खड़ा करेंगे। നിന്റെ
കുടുംബത്തിനകത്ത് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും നീ കേട് തീർക്കുന്നവനാണെന്നും നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാർ. आमीन। यहाँ कहता है जो पीढ़ी से पड़ी हुई नींव पर घर उठाएंगे, तेरा नाम टूटे हुए अवस्था में पड़ा हुआ, तेरा घर के अंदर से तेरे परिवार के लोगों के द्वारा परमेश्वर ऐसा बोलेंगे तू सुधार करने वाला है, तो पदों को ठीक करने वाला है करके बोलने के लिए तुम्हें परमेश्वर खड़ा करूंगा। ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ ഒറ്റയ്ക്ക് കുടുംബജീവിതത്തിനകത്ത് ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി തിരിച്ച വ്യക്തികളോട് ഞാൻ പറയാം, നിന്നെ മാറ്റി നിർത്തിയ ആ സ്ഥാനത്ത് നിന്റെ പ്രാർത്ഥന വേണം എന്ന് പറയത്തക്കവണ്ണം ഒരു യഥാസ്ഥാനത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. आमीन। जब अकेला विश्वास में आया हुआ कई लोग हैं, विश्वास में अकेला जो निकला हुआ है, उनसे कहता है कि हमें तुम्हारे जीवन में तुम्हें देखकर तुम्हें अलग करके रखा हुआ, हमें तुम्हें कोई भी कामों में साथ नहीं लेते हुए तुम्हें दूर करके रखा हुआ, उन्हीं लोगों से परमेश्वर ऐसा कहना देंगे कि तुम हमारे लिए प्रार्थना करो, तुम्हारे द्वारा ही ये काम होएंगे करके बोलने के लिए परमेश्वर तुम्हें इस्तेमाल करेंगे। ഇന്ന് പകൽ വിശ്വസിക്ക, നിന്റെ പാതകളെ അവൻ യഥാസ്ഥാനത്താക്കും. വിശ്വസിക്കാൻ തയ്യാറാ? आज तुम विश्वास करो, हमें तुम परमेश्वर के सामने समर्पण करो, तुम्हारा पावों को परमेश्वर ठीक जगह में खड़ा करेंगे। ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? क्या आप विश्वास करने के लिए तैयार है? എവിടെങ്കിലുമൊക്കെ യഥാസ്ഥാനപ്പെടാൻ കഴിയാതെ ഒറ്റപ്പെട്ട മണ്ഡലങ്ങളുണ്ടോ? जहाँ जगह मेल मिलाप हो नहीं सकता हुआ अवस्था में अकेलापन में खड़ा हुआ है, പണിയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ടോ? बोल नहीं सकता हुआ कुछ बात है क्या? ഇന്ന് പകൽ പരിശുദ്ധ പറയാ, ചില പണികൾ നിന്നെ കൊണ്ട് നടത്തും. हमें ऐसा है तो परमेश्वर की आत्मा कहता है कुछ काम परमेश्वर तुमसे कराएंगे। ഒരു കാര്യം കൂടെ പറയാം, ന്യായമായി ചില നിനക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങൾ എവിടെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നു പകൽ വിശ്വസിക്കാൻ തയ്യാറാണ്. നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് അനുസരിച്ച് ഞാൻ നിനക്ക് ഇരട്ടിയായി തരാൻ അരുളിച്ച ദൈവമാണെങ്കിൽ ഇന്നു പകൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടത് നിനക്ക് കിട്ടേണ്ട ചില അവകാശങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാക, അത് മടക്കി തരുന്ന ഒരു പകൽ. न्याय से तुम्हें मिलने वाला कुछ आशीषें कहाँ पर रुक गया है, हमें तुम्हें नहीं मिला हुआ अवस्था में है, तो तुम अगर लौट आएंगे, परमेश्वर के सामने समर्पण करने के लिए तैयार हो जाएंगे, तुम्हें उसी आशीषों को लौटा देंगे। तुमको जो मिलने वाला तुम्हें रोक के रखा हुआ उस आशीषों को परमेश्वर वापस देने के लिए आज सुबह अगर तुम विश्वास करेगा तो परमेश्वर तुम्हारे लिए करके देंगे। ഇന്ന് പകൽ നിങ്ങളോടൊപ്പം നിങ്ങളോട് പറയുന്നതനുസരിച്ച് ഞാനും ഇത് എന്നോട് പറഞ്ഞവർക്ക് മാറ്റെടുക്കുന്നു. എവിടെയൊക്കെയോ ചില നഷ്ടപ്പെട്ടത് തിരികെ കിട്ടാത്തതായ അവകാശങ്ങൾ മുടങ്ങിപ്പോയതുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാക, ഞാൻ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറാകുമ്പോൾ അതെന്റെ ഭവനത്തിനകത്ത് എന്റെ തലമുറമേൽ മടക്കി തരുന്ന ദിവസങ്ങളാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറാക, അത് നിങ്ങളുടെ ഭവനത്തിനകത്ത് വരിക തന്നെ ചെയ്യും. आमीन। आज आमीन। आप लोगों से मैं ये बातें कहने के समय मैं अपने आप को भी समर्पण करता हूँ। जगह पर मैं समर्पण करना है, जगह पर मैं मेल मिलाप होना चाहिए, उसी जगह में मेल मिलाप होने के लिए मैं अपने आप को भी समर्पण करता हूँ, क्योंकि जगह पर हम आशीषों को प्राप्त करना है, जगह पे हमारा जो अनुग्रह लौटाना है, उसे जगह में लौटाने के लिए हम अपने आप को समर्पण करने के लिए, हम विश्वास करने के लिए हम तैयार हो जाएंगे, हमें उस आशीष परमेश्वर लौटा देंगे। വിശ്വസിക്കുക, ആ വർഷം തീരുന്നതിന് മുമ്പിട്ട് ഭവനമില്ലാത്തവരോട് ഞാൻ പറയാം, ചില അടിസ്ഥാനങ്ങൾ ഇടാം. आमीन। आज सुबह आप विश्वास करो, जिनको घर नहीं है उनके लिए परमेश्वर कुछ नया नींव इस साल खत्म होने के पहले देने वाला है। വിശ്വസിക്കാൻ തയ്യാറാണോ? विश्वास करने के लिए तैयार है क्या? तुम्हारे लिए एक नींव डालेंगे। ചില അടിസ്ഥാനങ്ങളാണ്. മാത്രമല്ല ചില ചർച്ചിന് ചില മാറ്റങ്ങൾ ഉണ്ടായി, ചില അടിസ്ഥാനങ്ങൾ അതിനകത്തും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. आमीन। केवल अपना घर के नींव नहीं है, कलीसिया में भी कुछ बदलावट देखी, वहां पर भी कुछ नींव डाल के कुछ बदलावट परमेश्वर करूंगा करके मैं विश्वास करता हूँ। ഒന്ന്. രണ്ട്, നമ്മൾ ഇന്ന് വരച്ചു യഥാസ്ഥാനപ്പെടുക അല്ലെങ്കിൽ ക്രമീകരിക്കുക, പുനഃസ്ഥാപിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചു. हम परमेश्वर के वचन में हम यही पढ़ा है, जो पहला भाग हम यही देखा है कि हमें बराबर स्थानों में पहुंचाना, क्योंकि वहां पर हम देखा है कि जो सिद्ध करना और स्थिर करना, बलवंत करना।
ഇനി അടുത്തത് ഉറപ്പിക്കുക. अभी दूसरा बात है कि स्थिर करना. ഉറപ്പിക്കുക എന്ന് പറയുന്നത് ഇളകാതെ സ്ഥാപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. स्थिर करना बोलेगा तो निकल नहीं जाते हुए वहां पर जो उसको दृढ़ करना. നല്ല അടിസ്ഥാനം ഇടുക. നല്ല അടിസ്ഥാനം ഇടുക. अच्छा जो नींव डालना. അപ്പൊ അതിന്റെ അർത്ഥം യേശുക്രിസ്തു പറഞ്ഞു, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടാൽ, जैसे मसीह ने कहा है जो मसीह जो नींव है उसमें मसीह में जो नींव डालने वाला. ഇവിടെ വായിക്കുന്നുണ്ട്, പാറമേൽ അടിസ്ഥാനമിട്ട വീട് ഓളങ്ങളും തിരമാലകൾ കാറ്റുകളൊക്കെ അടിച്ചെങ്കിലും അടിസ്ഥാനം സ്ട്രോങ് ആയത് കൊണ്ട് അത് വീണുപോയില്ല. जो मसीह जो चट्टान है वो चट्टान में नींव डालना. जैसा हम देखते हैं कि चट्टान के ऊपर नींव डाल के बनाया हुआ घर के विरुद्ध है आंधी तूफान सब कुछ आया लेकिन उनको कुछ आंच नहीं लगा. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറായ പല ഓളങ്ങളും തിരമാലകൾ നിന്റെ ജീവിത പടകുമേൽ ആഞ്ഞടിക്കുമ്പോഴും ഉറപ്പ് എവിടാണോ, ക്രിസ്തുവിലാണ് നിന്റെ ഉറപ്പെങ്കിൽ ഒരു വിധത്തിലും ഇത് നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. आमीन. अगर तुम्हारा जो नींव आमीन मसीह जो चट्टान पर तुम डाला हुआ है तो तुम्हारे विरुद्ध आंधी आए, लहरें आए, तूफान आए, कोई भी तुम्हें कुछ नहीं कर पाएंगी. യോബിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, കടലിന്റെ തിരമാലകൾ എത്ര ഇരച്ച് കലങ്ങി വന്നാലും മണൽ കൊണ്ട് അതിനെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടം വരെ വരത്തുള്ളൂ, ഇതിങ്ങോട്ട് വരാൻ അനുവദിക്കത്തില്ല. के किताब में ऐसा कहता है कि जैसे लहर जो लाट हमें लहर कितना भी बढ़कर बाहर आने लगे, समुद्र के लहर जितना भी बाहर आने लगे, लेकिन उनको रेत से परमेश्वर एक सीमा डाल दिया है तो वहां पर वह रुकेंगे, वह उसके ऊपर नहीं आएंगे. അവിടെ അങ്ങനെ വായിക്കുന്നത്, അവിടം കൊണ്ട് നിന്റെ ഈ ഇരച്ചിലും നിന്റെ ഈ പൊങ്ങി വരുന്നതെല്ലാം തകരും. കാരണം ഇവിടെ വരെ വരാൻ സമ്മതിക്കും. ഇന്ന് പറഞ്ഞതുപോലെ ഇന്നോ പകൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ എത്ര ഓളങ്ങളും തിരമാലകൾ പൊങ്ങി വന്നാലും ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ആണെങ്കിൽ തകർന്നു പോകാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്ന ദൈവം. जो रेत तक वो पानी जितना भी उछल के आए रेत तक सीमा डाल के रखा है, तो आज तुम्हारा विरुद्ध, तुम्हारे परिवार के विरुद्ध, तुम्हारे बच्चों के विरुद्ध जितना भी आंधियां तूफान लहरें उठ जाए, हमें कोई भी तुम्हें कुछ नहीं कर सकते हुए अवस्था में परमेश्वर उसको रोक के रखेंगे. ചില വെല്ലുവിളികളുടെ മുമ്പിൽ ഞാനും പതറിപ്പോകാറുണ്ട്, നമ്മളെല്ലാവരും പതറിപ്പോറും. പക്ഷെ ഒരു കാര്യം, ക്രിസ്തു ആകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ നിൽക്കുന്ന കാലത്തോളം ഒരിക്കൽ ഈ ശക്തികൾക്കൊന്നും നമ്മെ തകർക്കാൻ കഴിയത്തില്ല. हमें कुछ ललकार हमारे विरुद्ध आने के समय हम जल्दी घबरा जाता है, लेकिन जो मसीह जो चट्टान है उसी में नींव डाल के बनाया हुआ है तो कुछ भी आएगा तो भी वो हिलेंगे नहीं. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നോട് പറയാം, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ ഇതുകൊണ്ട് പത്രോസിന്റെ പരിപാടി തീർന്നെന്ന അവര് വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം, ഒന്നാം വാതിൽ രണ്ടാം വാതിൽ തുറന്ന് പട്ടണത്തിൽ ഇരുമ്പ് വാതിൽ തുറന്ന് പുറത്തു വന്നെങ്കിൽ അവനൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ തീരുമാനിച്ചത് കൊണ്ട് അവൻ ഉറപ്പോടെ നിൽക്കാനാണ് എന്ന് പുറത്തു വരാനാണ്. आमीन. लेकिन एक बात मैं बताना चाहता हूँ, जब पत्रोस को बंदी गृह के अंदर डालने के समय उन्हीं लोग ये सोचा ही कि यहाँ से पत्रोस का जिंदगी खत्म हो गया, अभी आगे कुछ ना होंगे. लेकिन पत्रोस जो किसका ऊपर भरोसा रखा, उसने पहले फाटक खोला, दूसरा फाटक खोला और जो बाहर के बड़े लोकन के जो फाटक है वो भी खोलकर बाहर लेके आया, क्योंकि वह जिस पर भरोसा रखा था उसने उनके लिए वो कार्य किया. 112 സങ്കീർത്തനം അതിന്റെ 7-8 വായിക്കാമോ? भजन संगीता 112 उसका 7 और 8 वचन. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കും, അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും, അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചിരിക്കും. हमें यहाँ पर पढ़ते हैं 112 भजन संगीत के 7-8 वचन में, वह बुरे समाचार से नहीं डरता, उसका हृदय यहोवा पर भरोसा रखने से स्थिर रहता है, उसका हृदय संभाला हुआ है, इसलिए वह ना डरेंगे,
वरन अपने द्रोहियों पर दृष्टि करके संतुष्ट होंगे। ഒത്തിരി ദുർവർത്തമാനങ്ങൾ വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. പക്ഷെ അവിടെ വായിക്കുന്നുണ്ട്, അവന്റെ ഹൃദയം യഹോവയെ ആശ്രയിച്ച് ഉറച്ചിരുന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, യഹോവയിൽ ആശ്രയിക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കാൻ ഇടയാണ്. हमें यह करता है, वह बुरे समाचार उनके जीवन में आता है, लेकिन वो बुरे समाचार से नहीं डरता, क्योंकि उसका हृदय यहोवा पर भरोसा रखने से स्थिर रहता है। अगर परमेश्वर पर तुम स्थिर रहेंगे, तुम्हें कुछ ना पाएंगे। വാക്കുകൾ വരാം, നീ അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്താൻ വരാം. പക്ഷെ ഒരു കാര്യം, നീ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ മുറിപ്പെടുത്തുമ്പോഴും ഒരു കാര്യം ഉറപ്പോടെ പറയാം, ക്രിസ്തുവിലാണ് ഉറച്ചിരിക്കുന്നത് എങ്കിൽ അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. आमीन। तुम नहीं जानते हुए बातों को बोल के तुम्हारे विरुद्ध आएंगे, तुम्हारे विरुद्ध बुरा समाचार बोलेंगे, तुम्हें दुख देने वाला बातों बोलेंगे, लेकिन आमीन, तुम परमेश्वर पर स्थिर रहता है तो उनके सामने परमेश्वर तुम्हें आदर करके आमीन तुम्हें खड़ा करेंगे। ഇത് പറയുന്ന ഒരു കാര്യമാണ്. യോബിന്റെ സ്നേഹിതന്മാർ പറഞ്ഞു, നീ എന്തോ പാപം ചെയ്തിട്ടാണ് ഇതൊക്കെ നിനക്ക് സംഭവിച്ചത്. നീതിമാൻ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടോ, നേരുള്ളവൻ എവിടെയെങ്കിലും മുടിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് യോബിനെ ഗുണപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ യോബ് പറയുന്ന കാര്യമാണ്, എന്റെ നീതി പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നി വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. आमीन। योग के दोस्त लोग योग के विरुद्ध आकर बोला, आमीन, तुम कुछ पाप किया है, इसी कारण तुम्हारे जीवन में ऐसा हुआ है, क्योंकि धार्मिक लोगों को ऐसा कुछ विपत्ति कहां पर भी आया हुआ तुम देखे है क्या करके उन्हें पूछने के समय अय्यूब कहता है कि मेरा जो धार्मिकता का काम परमेश्वर के सामने प्रकट होने वाला एक दिन है। ആശ്വസിപ്പിക്കാനുള്ള സ്നേഹിതന്മാരെന്ന യോബ് ചിന്തിച്ചത്, പക്ഷേ ചിന്തിച്ചതുപോലല്ല വേദനപ്പെടുത്തുന്ന സ്നേഹിതർ. ഇന്നും പകൽ നിന്നെ മുറിപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ, വേദനപ്പെടുത്തുന്ന ചില വിഷയം വരുമ്പോൾ നീ ഒന്നും ഭാരപ്പെടേണ്ട, നീ അങ്ങ് ഉറച്ചു നിന്നാൽ മതി. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. आमीन। जैसा उनके योग के बारे में कहता है, उन्हें आश्वासन देने के लिए आया हुआ जो दोस्त लोग था, लेकिन उनके मित्र लोग उन्हें दुख देने लगा। आज तुम्हें दुख देने वाला कुछ बातें आएंगे, दुख देने वाला कुछ विषय आएंगे, लेकिन तुम उसमें चिंता ना करना। तुम परमेश्वर के सामने स्थिर होकर रहने के समय तुम्हारे सारे अवस्थाओं को परमेश्वर बदल देंगे। എന്റെ നീതി പ്രവൃത്തി ഒരു ദിവസം ദൈവസന്നിധി വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അതവന് ഉറപ്പായിരുന്നു. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആരെയും ഗുണപ്പെടുത്തിയിട്ടില്ല, ആരെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഇന്ന് പകൽ അങ്ങനെയുള്ള ചില വ്യക്തികളോട് നിന്നെ നോക്കി നീ പല നിന്ദവാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാകും, നിന്നെ മാറ്റുന്ന ഒരു ദിവസം. अय्यूब कहता है, मेरा धार्मिकता के काम प्रकट होने वाला एक दिन आने वाला है, उसके लिए वह इंतजार करता है। आज तुमसे कहता हूं, तुम्हारे जीवन में तुम्हें निंदा करने वाला कुछ बातें, तुम्हारे मुंह में देकर तुम्हारे विरुद्ध कुछ बातें आएंगे, तुम्हें दोष लगाने वाला, तुम्हें बुरा लगने वाला, तुम्हें दर्द देने वाला कुछ बातें जो बोलेंगे, लेकिन तुम परमेश्वर पर स्थिर होकर विश्वास करो, परमेश्वर तुम्हारा जो निंदाओं को बदल देंगे। ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപരി ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു ഇരിക്കുന്നു. आमीन। पौलुस कहता है, मैं जिस पर भरोसा रखा हूं, मैं वह जानता हूं, वह मुझे अंत तक संभालने के लिए वह स्थिर है। आमीन। इसलिए मैं उसी पर भरोसा रखकर आगे बढ़ रहा हूं। ഞാൻ വിശ്വസിക്കുന്നു, വേദനപ്പെടുത്തുന്ന ചില വാക്കുകൾ, മുറിപ്പെടുത്തുന്ന ചില വാക്കുകൾ കേട്ടപ്പോഴായിരിക്കാം ചില അങ്ങനെ വാങ്ങുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, പൗലോസേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്ക ശക്തനെന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു. അത് ഉറപ്പുണ്ട്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. अब उनके जीवन में भी कुछ दुख की बात या उनके विरुद्ध बोला हुआ कुछ बातों के द्वारा होगा, शायद वो वैसा कहता है कि मैं जिस पर भरोसा रखा हूं, मैं जानता हूं, वह मेरे आमीन जो अंत तक चलाने के लिए शिरोमणि है। आमीन। वह मुझे स्थिर करूंगा, वह मुझे चलाएंगे। യെശയ്യാ പ്രവചനം 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാമോ? യെശയ്യാ 28-ന്റെ 16-ാമത്തെ വാക്യം. यशायाह की किताब 28 अध्याय उसके 16 वचन।
അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. അപ്പൊ വിശ്വസിക്കുന്ന എന്ത് ചെയ്യത്തില്ല? ഓടിപ്പോകത്തില്ല. എവിടെ അടിസ്ഥാനം? സിയോൻ അല്ലെ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വ്യക്തികൾ പ്രതികൂലങ്ങൾ വന്നാൽ എന്ത് ചെയ്യത്തില്ല? ഓടിപ്പോകത്തില്ല. यहाँ पर कहता है हमें जो विश्वास करने वाला जो भागना जाएंगे, क्योंकि वह जो नींव डाला हुआ है सियोन में, हमें जो दृढ़ हमें नींव डाल के रखा है, तो वो व्यक्ति वहां से भागना जाएंगे. ഇന്നൊരു കാര്യം ഞാൻ പറയാം. ആഴമായ ഒരു വിശ്വാസം ഉണ്ടായ, ആഴമായ ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങാനിടയായി, നിങ്ങളെ കുടുക്കുന്ന ഒരു വിഷയത്തിനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. കാരണം തടയുന്നവൻ നിന്നോട് കൂടെ. आमेन. अगर तुम्हारा जो विश्वास गहरा विश्वास में है, गहरा एक आमेन जो स्पर्शन तुम्हारे जीवन में होगा, आज तुम्हारे जीवन में तुम्हें जो गिराने के लिए कोशिश करता हुआ, हमें तुम्हें जो हमें तुम्हारे विरुद्ध आने वाला कोई भी तुम्हें कुछ नहीं कर पाएंगे अगर तुम स्थिर होके रहे. विश्वास करने के लिए तैयार है? ഓർക്കാൻ കഴിയാത്ത ചില മണ്ഡലത്തിനകത്ത് ഇന്ന് പകൽ നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലുണ്ട്. जो स्थिर नहीं कर सकते हुए अवस्था में खड़ा हुआ कुछ स्थान है, कुछ जगह है, वहां पर परमेश्वर आज तुम्हें स्थिर करने वाला. ഒന്ന് നമ്മൾ പറഞ്ഞു യഥാസ്ഥാനപ്പെടുത്തുക, രണ്ട് ഉറപ്പിക്കുക, ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്, മൂന്ന് ശക്തീകരിക്കുക. हमें यहाँ पर जो 3 शब्द है, एक है सिद्ध करना और दूसरा है स्थिर करना, तीसरा जो शब्द है बलवंत करना. എവിടാ ശക്തി വേണ്ടത്? ക്ഷീണിച്ചിരിക്കുന്നവന് ആ ശക്തി നൽകുന്നത്. कहाँ पर तुमको शक्ति बलवंत होना चाहिए? जो थका हुआ है उसको मैं बल दूंगा. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഏലിയാവ് ഒരിക്കൽ പ്രാർത്ഥിച്ച, ദൈവമേ, ഒരു ഇസബേലിന്റെ മുമ്പിൽ ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മരിച്ചാൽ മതി, ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് മരിക്കാൻ കൊതിച്ച് ചൂരച്ചെടിയുടെ തണലിൽ മരിക്കാൻ കിടന്ന ഏലിയാവ്. एलिया एक बार ऐसा जो प्रार्थना किया, क्योंकि इसाबेल के सामने वो डर के मारे ऐसा बोला, ये परमेश्वर मुझे अभी मरना है करके बोल के जाओ के पेड़ के नीचे वह रह के कहता है मुझे मरना ही. ഇന്ന് പകൽ ചില മുറിപ്പെടുത്തുന്ന വാക്കുകളുടെ മുമ്പിൽ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് ഞാൻ പറയട്ടെ, നിന്നെ ശക്തീകരിക്കാൻ പരിശുദ്ധ സാന്നിധ്യം നീ ഇരിക്കുന്ന മണ്ഡലത്തിനകത്ത് ഇന്ന് പകൽ ഇറങ്ങുന്ന പകല. आमीन. आज सुबह परमेश्वर की आत्मा कहता है, जो तुम्हें चोट पहुंचाने वाला कुछ शब्द सुनकर मरना चाहिए, अभी मरना है करके सोच के बैठा हुआ जो लोग से परमेश्वर की आत्मा कहते हैं कि आज तुम्हारा उस अवस्था से बदल कर हमें तुम्हें स्थिर करने के, बलवंत करने के लिए परमेश्वर तैयार. ഇന്ന് പകല എന്നോട് പറയുന്നത്, നിന്ന സഹിച്ച് മടുത്ത ചില വ്യക്തികൾ പരിശുദ്ധ നിന്നെ ശക്തീകരിക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ താങ്ങാൻ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങി വരുന്ന ഒരു പകല. परमेश्वर की आत्मा कहता है, हमें जो निंदा लेकर जो कमजोर में बैठा हुआ व्यक्ति है, उनके पास परमेश्वर की आत्मा जो उतर के आके तुम्हें बलवंत करने के लिए, तुम्हें स्थिर करने के लिए परमेश्वर की आत्मा चाहते हैं. വായിക്കാൻ കഴിയുന്ന ഏലിയാവ് ഒറ്റ കാര്യം പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി, ഇനി എനിക്ക് ജീവിക്കണ്ട. പക്ഷേ അവന് അടയും കൊടുത്ത് തുരുത്തിലെ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ മരിക്കണമെന്ന് പറഞ്ഞവൻ ഏറെ ഓടാൻ ഇടയായെങ്കിൽ ഇന്ന് പകൽ ചിലത് ഓടാൻ നിനക്ക് ബലം തരുന്ന, ശക്തി തരുന്ന ദൈവസാന്നിധ്യം. आमीन. जैसा मरना चाहिए करके बोल के बैठा हुआ जो एलिया, उन्हें परमेश्वर जो स्वर्गीय भोजन और पानी देने के समय वो प्राप्त करके जो मरने के लिए चाहता था, वो वहां से दौड़ना शुरू किया 40 दिन तक. वैसा ही एक दौड़ने का सामर्थ्य परमेश्वर तुम्हें देने वाला है. ഇനി അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ ആ ഏലിയാവ് പിന്നെ വീണ്ടും ചില അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്നും വിശ്വസിക്കാൻ തയ്യാറാണ്. നീ തകർന്നിരിക്കുന്ന ചില മണ്ഡലത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങാൻ ചില പുത്തൻ ദർശനങ്ങൾ, പുത്തൻ ശുശ്രൂഷ തന്ന് നിന്നെ വീണ്ടും നടത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണ്.
जगह खत्म हो गया है, आगे कोई कदम रखने के लिए नहीं होगा करके सोच के बैठा हुआ जगह में वो बड़े चिन्ह चमत्कार किया है, तो आज तुम्हें परमेश्वर कुछ नया अद्भुत कार्य करने के लिए, नया चिन्ह चमत्कार तुम्हारे द्वारा करने के लिए परमेश्वर चाहता है। अगर तुम स्थिर होकर विश्वास करने के लिए तैयार है तो तुम्हें परमेश्वर उसके लिए बलवंत करेगा। നമ്മൾ സുവിശേഷം വായിക്കുന്നുണ്ട്, ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശു അവിടെ രക്തം വിയർപ്പ് തുള്ളിയായി പുറത്തു വന്ന് തകർന്നു പോകും എന്ന് ചിന്തിച്ച ആ മണ്ടത് അവിടെ വായിക്കുന്നുണ്ട്. ദൂതൻ ഇറങ്ങി അവനെ വീണ്ടും ശക്തീകരിച്ചെങ്കിൽ ഇന്നു പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. आमें जैसे यीशु मसीह गत्समने में जब प्रार्थना करने के समय उनके जो पसीना खून के बूंद के समय नीचे गिर गया, वहां पर खत्म हो गया करके सोचा हुआ जगह में स्वर्गदूत उतर के उन्हें बलवंत किया है। तो तुम्हारे जीवन में भी तुम जो खत्म हो गया करके सोच रहा है, वहां पर परमेश्वर उतर के आके तुम्हें शक्ति देने के लिए, बलवंत करने के लिए परमेश्वर तैयार। നീ ശക്തിപ്പെടാൻ ഇടയായാൽ നിന്റെ ശക്തി നിമിത്തം മറ്റുള്ളവരിലേക്കും ശക്തി പകർന്ന് അവരും രക്ഷപ്പെടാൻ ഇടയാകും. तो जब सामर्थ्य पाएंगे, तुम्हारा उस सामर्थ्य के द्वारा दूसरा लोग भी सामर्थ्य पाकर आगे बढ़ जाएंगे। വിശ്വസിക്കാൻ തയ്യാറാണോ? നീ ക്ഷീണിച്ചിരിക്കല്ലേ, നീ തകർന്നു പോകല്ലേ. ഇന്നു പകൽ പരിശുദ്ധാത്മ നിന്നെ ശക്തീകരിക്കാൻ അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ. क्या तुम हमें कमजोर होकर बैठा है क्या? तुम थकना चाहना, तुम कमजोर ना होना, तुम ना गिरना, क्योंकि पवित्र आत्मा तुम्हारे पास आकर तुम्हें शक्ति देने के लिए, तुम्हें बलवंत देने के लिए परमेश्वर की आत्मा तैयार। ഇത് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം തകർന്നു ഇനി രക്ഷപ്പെടുമോ എന്നൊരു ചിന്തയും. അങ്ങനെ ഇരിക്കുമ്പോ പൗലോസ് പറയാ, കഴിഞ്ഞ രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് സംസാരിച്ചു, കപ്പലിനല്ലാതെ നമുക്ക് ആർക്കും ഒരു ഛേദം വരാതെ നമ്മളെല്ലാവരും ഒരു തുറമുഖത്തെടുത്തു വന്ന് മറ്റുള്ളവരെ ശക്തീകരിക്കാൻ ഇടയാണ്. कि कुछ हमें निशानी नहीं दिख रहा है, आगे सब कुछ खत्म हो गया करके सोच के बैठा हुआ जो पौलुस के साथ जहाज में सभी लोग हैं, उनकी आशा टूट गया वो अवस्था में पौलुस खड़ा होकर कहता है, कल रात को परमेश्वर मुझसे कहा है ये जहाज के सिवा किसी का भी कुछ हानि ना पहुंचेंगे, किसी को कुछ ना होने वाला है करके परमेश्वर की आत्मा मुझे बोला है करके जो हियाव दिया पौलुस। ഇനി ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. പക്ഷേ അവന്റെ ഉള്ളിൽ ശക്തി പകർന്നപ്പോൾ പറയുന്നതാണ്, നമ്മൾ രക്ഷപ്പെടും. ഇന്ന് പകൽ വിശ്വസിക്കാൻ നീ രക്ഷപ്പെടും. आगे अभी कोई निशानी नहीं है, खत्म हो गया करके सोचा हुआ जगह में उनके अंदर जो एक शब्द आया, आमेन, तुम आमेन बच जाएंगे, तुम्हारे कुछ हानि ना होंगे करके जो कहा है, वैसा ही तुम्हारे जीवन में जो खत्म हो गया करके सोचा हुआ अवस्था में तुम यही बोलना है कि मैं यहाँ से बच निकलूंगा। മുറിപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, നിന്റെ മുറിവുണക്കാൻ ഒരു ദൂതൻ ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥന മുറിക്കകത്താണ്. चोट पहुंच के बैठा हुआ जो कुछ लोग है, आमेन, परमेश्वर की आत्मा कहता है तुम्हारा चोट आमेन जो है हुआ है, जो जख्म हुआ है उसको ठीक करने के लिए पवित्र आत्मा उतर के आ रहा है। ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? विश्वास करने के लिए तैयार है? ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? अपने आप को समर्पण करने के लिए तैयार है? അങ്ങനെ നീ തയ്യാറായാൽ നിന്റെ ശക്തിപ്പെടുത്തുന്ന മാത്രമല്ല, നീ മൂലം അനേകരെ കൂടെ ശക്തിയിലേക്ക് നടത്താൻ ഒരു പരിശുദ്ധാത്മ സാന്നിധ്യം നിനക്ക് വേണ്ടി പകരുമെന്ന് ഞാൻ വിശ്വസിക്കാം. ऐसा समर्पण करने के लिए तुम तैयार है तो आमें केवल तुम्हारा नहीं है, तुम्हारे साथ दूसरों को भी आमें जो उंडेलने वाला, जो पवित्र आत्मा का अभिषेक से भरने के लिए परमेश्वर चाहते। എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യോടൊന്ന് വായിച്ചു ചെയ്യാം. एफेसिया 3रा अध्याय उसके 3:16 3:16 വായിച്ചോ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. മതി. അപ്പൊ എവിടെ ശക്തിപ്പെടണം? നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം വരുന്ന എവിടാന്നറിയാമോ? അകത്തെ മനുഷ്യൻ. जो हम पढ़ते हैं कि वह अपनी महिमा के धन के अनुसार तुम्हें यह दान दे कि तुम उसके आत्मा से अपनी भीतरी मनुष्यत्व को सामर्थ्य पाकर बलवंत होते जाओ, क्योंकि हम जो कमजोर होता है जो भीतर के मनुष्य,
പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ ഇടയായാൽ അതിന്റെ പ്രതിഫലം പുറത്തും വെളിപ്പെടാൻ. बाहर के जो मनुष्य है वो अगर कमजोर होएगा तो भी अंदर के जो मनुष्य है, अंदर का जो हमें जो मनुष्यत्व अगर सामर्थ्य पाएगा तो बाहर भी उसी सामर्थ्य प्राप्त करेंगे. ഒരു ഉദാഹരണം പറയുകയാണ്. ഈ ഓപ്പറേഷൻ കയറ്റുന്ന സമയത്ത് എല്ലാം നോർമൽ ആക്കിയിട്ടാണ് സാധാരണ ഓപ്പറേഷൻ ചെയ്യുന്നത്. जैसे एक मरीज को ऑपरेशन के लिए लेके जा रहा है, ऑपरेशन के लिए लेके जाने के पहले उनके बाकी बाहर के सब कुछ ठीक करने के बाद ही ऑपरेशन में लेके जाता है. അകത്തെ മനുഷ്യന് ഉള്ളിൽ ഭയം വരുമ്പോൾ ഷുഗർ കൂടും, കൊളസ്ട്രോൾ കൂടും, എല്ലാം കൂടും. क्योंकि अंदर का जो मनुष्य को डर आने के समय उसको कोलेस्ट्रॉल शुगर सब बढ़ जाते हैं. ഇവിടെ അവൻ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. അപ്പൊ ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ അകത്തെ മാനുഷ്യമായി തകർന്ന ചില മണ്ഡലത്തിനകത്ത് ഉയരാൻ കഴിയാതെ തകർന്ന മണ്ഡലത്തിൽ ഇന്ന് പകൽ അവൻ ശക്തീകരിക്കാം. हमें जैसा कहता है कि जो पितरी मनुष्यत्व है उसको सामर्थ्य बना है. अगर पितरी मनुष्य का कमजोर पड़ा है, वो बलहीन हो गया है, तो उनको जो आज बलवंत कराना है. ശക്തിപ്പെടാനിടയിൽ അതുകൊണ്ട് അവർ ശത്രുക്ക് മേലെ അഭയത്തിന് പറഞ്ഞത് അവരങ്ങ് ശക്തിപ്പെട്ടു. ഈ അവര് പറഞ്ഞിരിക്കുന്നത് വിടിവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് കുത്തി ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, നമസ്കരിക്കുന്നില്ല. അവരങ്ങ് ശക്തിപ്പെടാനാണ്. കാരണം ഈ പ്രതിസന്ധിക്കകത്ത് ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് പകൽ നീ ഒന്ന് ശക്തിപ്പെടാനിടയാ, നിന്റെ പ്രശ്നങ്ങൾ തീരും. हमें शक्ति प्राप्त करना, क्योंकि शद्रक मेशक अबेदनगो उन्होंने शक्ति प्राप्त किया. उन्होंने कहा है कि परमेश्वर हमें छुड़ाएंगे, नहीं तो भी ये राजा ने जो खड़ा किया वो मूर्ति को हम दंडवत नहीं करेंगे, क्योंकि वह शक्ति को प्राप्त किया हुआ. वैसा तुम भी आज उस शक्ति को प्राप्त करे तो तुम कामे गिरना जाएंगे. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. एक मिनट प्रार्थना कर सकते हैं क्या? परमेश्वर मुझे बराबर जगह में खड़ा कर दे. എന്നെ ഒന്ന് ഉറപ്പിക്കണമേ. मुझे स्थिर करना. എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. मुझे सामर्थ्य देना. ഇന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ യഥാസ്ഥാനപ്പെടാൻ കഴിയാത്ത ചില മണ്ഡലത്തിൽ നിന്നെ യഥാസ്ഥാനപ്പെടുത്തി, ഉറക്കാൻ കഴിയാത്ത ചില മണ്ഡലത്തിൽ നിന്നെ ഉറപ്പിച്ച്, നിന്നെ ശക്തീകരിച്ച് നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ചില ശക്തി നൽകുന്ന പരിശുദ്ധാത്മാ ഇന്ന് പകൽ നിന്നെ ഉറപ്പിക്കുവാൻ ഇടയാകട്ടെ. आमीन. आज अगर तुम समर्पण करने के लिए तैयार है, तुम्हें सिद्ध करने के जगह में तुम्हें सिद्ध करके, जगह पर तुम स्थिर होना है वहां पर तुम्हें स्थिर करके, और जगह पर तुमको बलवंत होना है वहां पर बलवंत करके हमें तुम्हें खड़ा करने के लिए परमेश्वर तैयार. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായി ഞാൻ വിശ്വസിക്കുന്നു. ചിലരെ ദൈവം യഥാസ്ഥാനപ്പെടുത്താം. आज सुबह अगर विश्वास करने के लिए तैयार है तो परमेश्वर आज तुम्हारे जीवन में जो आमीन स्थिर करने वाला है. ചിലരെ ഉറപ്പിക്കാൻ പോകുക. ചിലരെ ഉറപ്പിക്കാൻ പോകുക. हमें कुछ लोगों को परमेश्वर अभी सिद्ध करने वाला है. ചിലരെ ശക്തീകരിക്കാൻ പോകുക. कुछ लोगों को परमेश्वर शक्ति देने वाला है. വിശ്വസിക്ക് ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തട്ടെ. ഇത്രത്തോളം ക്ഷമയോട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.